എന്താടി വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറയാം, നിനക്ക് വീട്ടിലൊരു പുതിയ കല്യാണാലോചന വന്നു, അത്രയല്ലേ ഉള്ളൂ. ഓ, നിനക്കെല്ലാം അറിഞ്ഞിട്ടും തമാശയാണല്ലേ ജസ്റ്റിനെ. എന്നാ നീ കേട്ടോ, അച്ഛനൊരു കല്യാണം എൻ്റെ ഉറപ്പിക്കാൻ പറ്റായപ്പോൾ ഞാൻ ഉള്ളതങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നും അയാളുടെ പേര് ഹരിനാരായണൻ ആണെന്നും അയാൾ ഏത് വലിയ ഇല്ലത്തെയാണെന്നും ഞാനങ്ങ് വെച്ച് കാച്ചി. ഹരിനാരായണനാ? അതാരാ? ഓഹോ, കഴിച്ചായിട്ടെന്നെ കൂട്ടും ഒഴിവാക്കാൻ വന്നാണല്ലേ. ഞാൻ ഒന്ന് പറയട്ടെ. പറയണ്ട. മംഗളം ഭവന്തു. നീയാടാ ഹരിനാരായണൻ? ഞാനെങ്ങനെ ഹരിനാരായണനോ? എന്റെ പേര് ജസ്റ്റിൻ അല്ലേ? നീ ഇപ്പൊ ചെല്ല്, എന്റെ പേര് ജസ്റ്റിൻ ആണെന്നും ഞാൻ ആരും ഇല്ലാത്തവനാണെന്നും ഒക്കെ ചെന്ന് പറ. ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ചു. എടാ, ഇതല്ലാണ്ട് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. എന്റെ അച്ഛൻ ഒരു നമ്പൂതിരി അല്ലാണ്ട് ഒരാളെയും കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കില്ല. അതിനാണോ വഴി? കല്യാണം ഞാൻ കളവിന് നമ്മുടെ അച്ഛൻ നമ്പൂരിക്ക് മനസ്സിലാവില്ലേ എന്റെ പേര് ജസ്റ്റിൻ എന്നാന്നൊക്കെ? കല്യാണം വരെ എന്ന് എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. ഇതല്ലാണ്ട് ഒരു വഴിയില്ല. നാളെ രാവിലെ നിന്റെ ബന്ധുക്കളെയും കൂട്ടി നീ എന്റെ വീട്ടിലേക്ക് വരണം. ബന്ധുക്കളോ? ഏത് ബന്ധുക്കളെ? ആരെങ്കിലും നീ കൊണ്ടുവാ. ജസ്റ്റിനെ വന്നേ, ഞാൻ പോണു. എൻ്റെ പൊന്നിയേട്ടോ ഹാജിയാരായിട്ടോ അല്ല, നമ്പൂതിരി ചെക്കൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കണം. ഞാനല്ല, എൻ്റെ കൂട്ടുകാരനാണ് ചെക്കൻ. ഓ, നാളെ പണിക്ക് പോകണ്ട, എൻ്റെ കൂടെ വാ. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഒരു 2000 രൂപ തരാം. ആ ശരി ശരി, ഓക്കെ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. നിനക്ക് വേണ്ടി ഒരു 3 ദിനം തന്തേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നടക്കൂടെ? നീ ഈ വീഡിയോ കണ്ട? 5 ദിവസം കഴിഞ്ഞ് എൻ്റെ പണി ഇരുന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? 5 ദിവസം കഴിഞ്ഞ് എൻ്റെ പാലുകാച്ചിലാണ്. എടാ, ഇതിൻ്റെ ഓണറിന് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇത് നമ്മൾ നടക്കോ ഇല്ലയോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിത് വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യല്ലേ. അപ്പോൾ നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. നിനക്ക് നീ എന്താ വേണ്ടത്? എനിക്കൊരു ചേട്ടനും കൂടെ വേണം. ചേട്ടനെ വേണം? ചേട്ടനായിട്ട് ഇനിയിപ്പോൾ പുറത്തുനിന്നാളെ അന്വേഷിക്കുന്നത് നല്ലൊരു ആക്ടർ എടുക്കുമ്പോൾ. ഇവിടെ ആരാ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ തന്നെ. എടാ, നീ ഇത് എന്താ പറഞ്ഞ? അവിടെ നമ്പൂരായിട്ട് ആക്ട് ചെയ്യണം. ഉണ്ണി ഇങ്ങോട്ട് നോക്കുക, എനിക്കത് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, എല്ലാം നോമേറ്റു. എങ്ങനെയുണ്ട് മഹാനട മെത്തേഡ് ആക്ടിങ്? നീ കാണാൻ പോണേ ഉള്ളു. അപ്പോൾ നിനക്ക് അച്ഛനായി ചേട്ടനായി 2 ബന്ധുക്കളായല്ലോ, സമാധാനമായല്ലോ. പോ, ഞാൻ ഈ പണി എങ്ങനെയെങ്കിലും തീർക്കട്ടെ. പോ. അളിയാ, പ്രശ്നമുണ്ട്. എടാ, എന്താടാ? എടാ, 3 പേരുടെ സ്ഥലത്തേക്ക് പോയാൽ മുന്നോട്ട് പോയെന്നല്ല പറയാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരമ്മേനോട് സെറ്റാക്കി തരാൻ പറ്റും. ഒരമ്മ മതിയോ? ഒരെണ്ണം മതി. എടാ, ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് തന്നെ ഒപ്പിച്ച പാടാണ് എനിക്കറിയാം. എടാ, അത് മാത്രമല്ല, നിനക്ക് അമ്മ ഇല്ലാണ്ട് വളർന്ന കുട്ടിയെന്ന് പറഞ്ഞുള്ള സെന്റിമെന്റ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്തൂടെ? എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ആരെന്നുള്ള സത്യം കൂടെ തുറന്നു പറയാം. അപ്പൊ ഫുൾ സെന്റിമെന്റ്സ് അല്ലേ? സൂപ്പർ ഐഡിയ, ഇത് മതി. ഒരു തേമ്പ് വേണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേ? നിനക്കിപ്പോ എന്താ വേണ്ട? നാളെ പോകുമ്പോൾ 3 പേരായിട്ട് പോരുത്. പറ്റില്ല, എനിക്ക് 4 പേരെ വേണം. അല്ലേ? കൊച്ചച്ഛനാ, കൊഞ്ഞമ്മ, അമ്മുമ്മയുടെ നായരാ, ഞാൻ ആരെങ്കിലും കൊണ്ടുവരാം 4ാമതായിട്ട്. പോ അളിയ, എനിക്ക് വേറെ ആരും പോടാ. ഇനി 4ാമത് ഒരുത്തിന് വേണ്ടി ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നു? പണവും ബടാപവും നമുക്കുണ്ടിനാ, സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. കൊണ്ടുവരാം. ബാബു. हाँ सेटा, हाँ मुलानी, സൺഷൈഡ് के लिए फुल कौन? അതല്ല, നാളെ कल നമ്മൾ ബാത്റൂം എല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് പുതിയ. അതല്ല, നീ ഞാൻ പറഞ്ഞ കേക്ക്. കൽ തുമക്കോ പണി നഹി. क्या सेटा, काम नहीं तो हम पैसा के लिए. അതല്ലടാ, दूसरा साइड में दूसरा काम. एक्टिंग. एक्टिंग ना, तुम സിനിമ. സിനിമയല്ല, ഓ വെബ് സീരീസ്. അതുപോലൊക്കെ തന്നെ വെബ് സീരീസ്. ചോട്ടുനെ വിളിക്കാം. ചോട്ടോ ചോട്ടൊന്നും വേണ്ട, നാളെ നീ മാത്രം മതി. अच्छा, നാളെ വന്നാൽ നിനക്ക് 2000 രൂപ വരും. 2000 കാമില്ല. 2000 ആക്ടിങ്, സിർഫ് ആക്ടിങ്. മറ്റന്നാൾ പർസോ ഒറ്റടിയങ്ങ 5 ദിവസം കഴിഞ്ഞ് പാല് കാച്ചാണല്ലോ. നാളെ മാത്രം. ഓക്കെ. നിന്റെ പേര്? ബാബു. ബാബു. ആജ് തും ബാബു, കൽ തും ബാബു നമ്പൂതിരി. ക്യാരക്ടർ ബാബു നമ്പൂതിരി. ബാബു നമ്പൂതിരി. നമ്പൂതിരി. ശരി, ആരെന്ത് വെച്ചാലും ഇത് പറഞ്ഞാൽ മതി. തും ചുപ്പ് ചാപ്പ് ബൈട്ടോ 2000 കിട്ടും. ഓക്കെ, നാളെ രാവിലെ 10 മണി. എങ്ങോട്ട് വരുവാ? എടാ, പോയി പണിയെടുക്കടാ. കൽക്ക കാമ്പി കരോ. ബാബു നമ്പൂതിരി. വാടാ, നമുക്ക് പോവാം. ഒരു 10 മിനിറ്റ് താമസണ്ടേ? ഇങ്ങനെ ആക്ടിങ് കണ്ടില്ലേ, ഞാൻ ക്യാരക്ടറിലാണ്. ഇപ്പൊ തന്നെ നമ്പൂതിരി ഭാഷ പറഞ്ഞ് ശീലിച്ചോളൂ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ പ്രശ്നമാകും. ശരിയാ, അവിടെ വൈദ്യ എന്ന് പറഞ്ഞ അവിടെ മുറച്ചെറുക്കൻ കല്യാണം മുടക്കാൻ നിൽക്കുന്നവരെ അവള് പറഞ്ഞായിരുന്നേ. അല്ല, എന്താ ഇവിടെ താമസം? നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള് വന്നിട്ടില്ല. എടാ, ഇപ്പൊ വരും, നമ്മള് വെയിറ്റ് ചെയ്യല്ലേ. അല്ല, അപ്പൊ ഇദ്ദേഹം ആരാ? അത് നിന്റെ വകയിലൊരു അനിയനായിട്ട് വരും. അല്ല, നിന്റെ ആരാ? അതൊക്കെ എന്തിനാ താൻ അറിയണേ? തനിക്ക് ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ. ഈ ചടങ്ങ് കൂടി കഴിഞ്ഞ പിന്നെ കല്യാണമായി. ഇന്നലെ ഞാൻ ആലോചിക്കായിരുന്നേ,
കുറച്ച് സ്വർണ്ണമായിട്ട് നേരത്തെ മേടിക്കേണ്ടതായിരുന്നു. അതിപ്പോ ഇനിയും ആവാലോ. എങ്ങനെ? ഏട്ടാ ഡിജിറ്റൽ ഗോൾഡ് മേടിച്ച് വെക്കുക, അതാ നല്ലത്. കുവേര എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് മേടിച്ച് വെക്കാൻ പറ്റും. 500 രൂപ മേടിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സമയം ശരിയാണെങ്കിൽ 5 കോടി രൂപ വരെ സമ്മാനം കിട്ടും. 5 കോടിയോ? അതെ, സമ്മാനം വേറെ ഉണ്ട്. അവർ ഡെയിലി 5 പേർക്ക് 1 ഗ്രാം വെച്ച് സമ്മാനം കൊടുക്കണ്ടേ. എന്നാ പിന്നെ ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം. ആയിക്കോട്ടെ. നല്ല ആപ്പാണ് ചേട്ടാ കുവേര. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദിവാലിക്ക് 50 ഗ്രാം വരെ ഗോൾഡ് സമ്മാനം കിട്ടും. ഓഹോ, ഇൻസ്റ്റാൾ നിന്റെ പേര് പറഞ്ഞേ? ബാബു നമ്പൂതിരി. യവൻ ബംഗാളിയല്ലേ? ബംഗാളിയല്ല, ബീഹാറി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് നിന്റെ ബന്ധുവായിട്ട് ഞാൻ ദുൽഖർ സൽമാനെ കൊണ്ടുതരാ. ചോദിക്കുമ്പോ ആളെടുത്തിട്ട് എനിക്ക് മനുഷ്യ കടത്തൊന്നുമില്ല. എന്നാ പിന്നെ അച്ഛൻ്റെ അമ്മയ്ക്ക് നീ ആ മറ്റേ ചീഞ്ഞ മേമിക്കണ സുരേനെ വിളിച്ചോളൂടാ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചേക്കായിരുന്നു. അയ്യോ, കല്യാണം മുഴുകാൻ പോണേ. എടാ നീ ടെൻഷൻ അടിക്കില്ലേ, ഈ 2 ബന്ധുക്കളും വെറും ഡമ്മികൾ. കാര്യങ്ങളൊക്കെ ഞാനല്ലേ സംസാരിക്കാൻ പോണേ. എല്ലാം നോം തന്നെ മുന്നിൽ നിന്ന് തീർപ്പാക്കി തരാം. എന്നാ പിന്നെ വാ പോവാം. അപ്പൊ നിനക്ക് നിന്റെ തന്തേ വേണ്ടേ? വേണ്ട, ആ തണ്ട് വന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല. വണ്ടി എടുത്തേ. വരാതിരിക്കൊന്നുമില്ല. ഞാൻ പെണ്ണിന്റെ വീണ്ടും ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ അങ്ങോട്ട് നേരിട്ട് എത്തിക്കോളും. പിന്നെ നീയല്ലേ പറഞ്ഞേ 3 പേരായിട്ട് പോയാൽ മുങ്ങി പോകുന്നു. ഇതിൽ കൂടുതൽ എന്തോട്ട് മുങ്ങി പോവാനാ? വണ്ടി എടുത്തേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാ വിടുന്നുണ്ട് കേട്ടോ. അതെ, എന്താണ് ഞാൻ ചേട്ടൻ നീ അനിയൻ അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ഇപ്പൊ ഇങ്ങനെ വന്നു? എടാ ഇനിയിപ്പോ അവര് പറഞ്ഞില്ല ചേട്ടൻ നിർത്തിട്ട് അനിയൻ കിട്ടാന്ന്. ചിലപ്പോൾ നടന്നില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഭാര്യ മക്കളെ ആണെന്ന് ചെയ്യണം. അതൊന്നും വേണ്ട, ഇങ്ങനെ മതി. നീ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ആക്കി. ഇപ്പൊ ആരാ ചേട്ടൻ ആരാ അനിയൻ? ഇനിയിപ്പോ പറഞ്ഞെടുത്ത് വെച്ച് കാണാം. വാ. ആരാ? ബാലസുബ്രഹ്മണ്യത്തിന്റെ വീടല്ലേ? പെണ്ണ് കാണാൻ വന്നവരാണോ? അതെ. പെണ്ണിനെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കണേ. +2 പഠിക്കുമ്പോൾ പെണ്ണിന് ഒരു ഓട്ടോക്കാരനോട് ചെറിയൊരു വൈദ്യനല്ലേ പേര്? അതെ, വൈദ്യനാഥൻ. എങ്ങനെ അറിയാം? ഇവനാള്. ഇങ്ങനെ ഒരു കൊശവൻ ഇവിടെ കല്യാണം മുടക്കാൻ നിൽക്കണ്ടെന്ന് ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങോട്ട് മാറുക, എന്നിട്ട് ആ ബാലസുബ്രഹ്മണ്യത്തിനെ വിളിക്കുക. അമ്മാമേ, അവര് വന്നിരിക്കണു. ബാ. അവൾ ഒറ്റമോളാണ്. അങ്ങനെയാണ് ഈ വീടൊക്കെ നിൽക്കലാണ്ട. വാടക വീട്. നമോസ്തുതേ. നമോസ്തുതേ. നമസ്കാരം. ഇരിക്കുക. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരിക്കും. ആള് കുറച്ച് ഡൗൺ ടു എർത്ത് ആണേ, അതിന്റെ. ഞാൻ വേണിയുടെ അച്ഛൻ ബാലസുബ്രഹ്മണ്യം. ആയിക്കോട്ടെ. ഇതെന്റെ സഹോദരിയുടെ മകനാണ് വൈദ്യനാഥൻ. അതായത് പെണ്ണിന്റെ മുറച്ചിറക്കൻ. ബന്ധം കൊണ്ട് മാത്രമാണ് കേട്ടോ. വേണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിലാരാ ഹരി? ചെറുക്കൻ ഓ, കല്യാണപ്പയ്യൻ ഹരിനാരായണ നമ്പൂതിരി. അത് ഇവനാ. ആ നമ്പൂരി ഞാനാ. പെട്ടെന്ന് ഫുൾ നെയിം പറയാത്തപ്പോ കൺഫ്യൂഷൻ ആയേ. ഇതെന്റെ അനിയൻ. അനിയൻകുട്ടനാണ്, സൂര്യനാരായണ നമ്പൂതിരി. കണ്ടാ പറയില്ല കേട്ടോ അനിയനാന്ന്. ഉണ്ടാതിരിക്കുക. അപ്പൊ അദ്ദേഹമോ? ബാബു നമ്പൂതിരി. ബാബു നമ്പൂതിരി നമ്മുടെ വകയിലൊരു അനിയനാണ്. ഇയാള് ഹിന്ദിക്കാരനാണല്ലോ, പിന്നെ അങ്ങനെ നിങ്ങളുടെ അനിയനാവാ? അതെ, ഹിന്ദിക്കാരനാണ്. നമ്മുടെ കൊൽക്കട്ടയിലുള്ള മേമയുടെ ഇളയ മകനാണേ. അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഭാഷാ സഹായത്തിനായിട്ട് നിർത്തിയിരിക്കുക. മാത്രമല്ല പുള്ളി പൂജ കർമ്മങ്ങളൊക്കെ ബഹുകേമന. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യ സ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവാന്മാർ. അല്ല, അപ്പം നിങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ? മുതിർന്നവരായിട്ട് അച്ഛൻ അച്ഛൻ നമ്പൂതിരി വരായിരുന്ന. അപ്പൊ രാവിലെ പെട്ടെന്ന് ഒരു കോള് വന്നു, അർജന്റ് ആയിട്ട് ഒരു പൂജയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പൊ ആള് തരം കിട്ടിയാന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരാനും വരാതിരിക്കാനും എന്താ മഴയോ? മിണ്ടാതിരിക്കുക വൈകി. ഓ, ആദ്യം തന്നെ ഞാൻ നിങ്ങളടുത്ത് 2-3 കാര്യങ്ങൾ പറയാം. ആവാ. വേണി അമ്മയില്ലാണ്ട് വളർന്ന കുട്ടിയാണ്. സെയിം ബീച്ച്. ഏട്ടനും അമ്മയില്ലാണ്ടാ വളർന്നേ. ഏട്ടന്റെ അമ്മ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഏട്ടന്റെ അമ്മ. അപ്പൊ നിങ്ങളുടെ അമ്മ ആരാ? അതെ, ഞങ്ങളുടെ അമ്മ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അമ്മയില്ലാണ്ട് വളർന്ന കുട്ടികളുടെ വിഷമം ഞങ്ങൾക്ക് 2 പേർക്കും നല്ലപോലെ അറിയാന്ന് പറഞ്ഞാ അല്ലേ? ബാബു നമ്പൂതിരി. അതെ, നല്ല വിഷമണ്ടേ? അവരെ പറയാൻ അനുവദിക്കൂ, എന്നാലല്ലേ അത് മുഴുവിപ്പിക്കാൻ പറ്റുള്ളൂ. സമ്മതിച്ചിരിക്കണു. അതുകൊണ്ട് തന്നെ അവളുടെ എന്തൊരു കാര്യത്തിനും 1000 തവണയെങ്കിലും ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനത്തിലും എത്താറില്ല. ഞാനും. ചായം പലഹാരമായോ നോക്കിയോ? ചായം പലരും റെഡിയായി നോക്കിയേ. നിന്നോടാ. നോക്കാം. അതുകൊണ്ട് ഇതുപോലെ ജോലിയും കൂലിയും ഇല്ലാത്തവന്മാർക്കൊന്നും കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ. പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഉവ് ഉവ് മനസ്സിലായി. ഇപ്പൊ കുട്ടിയുടെ ജോലി എന്താന്നാ പറഞ്ഞേ? എനിക്ക് ബിസിനസ്സാ. ബിസിനസ്സാ? എന്തിന്റെ ബിസിനസ്? അത് ആരാന്ന് പോയി നോക്കാം. ആരാ നോക്ക? നിന്നോട് ആരാന്ന് പോയി നോക്കുക.
ഒരപ്പിരിയാണേ. കണ്ടപ്പോഴേ തോന്നി. ആരാ ആര് നിങ്ങൾ ആരാ? ഇതന്നല്ലേ വീട്? എന്നോട് ഇങ്ങോട്ട് വരാനുള്ള പറഞ്ഞേ? ആര്? എങ്ങനെ തള്ളിക്കറി പോണേ? ഇവിടെ ഒരു കല്യാണം മുടക്കുന്നു. ഇങ്ങോട്ട് നോക്കണേ. ഞാൻ അച്ഛൻ അയ്യോ അത് അച്ഛൻ തിരുമേനിയാണ്, കടത്തി വിടാൻ പറയൂ. അതെയോ? ഹായ് വൈദ്യ, എന്തായി കാരണം അങ്ങോട്ട് മാറി നിൽക്കാതെ? അവരുടെ അച്ഛൻ തിരുമേനിയാണ്. കണ്ട ക്ഷമിക്കണം, വരെ ഇരിക്ക. അച്ഛനാ? നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. നമസ്കാരം. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. അതെനിക്ക് മനസ്സിലായിരിക്കണു. പക്ഷെ എനിക്ക് മനസ്സിലാണ്ടേ, നിപ്പം മട്ടം കണ്ടപ്പോ ഞാൻ കരുതി വല്ല പിരിവാനുമായിരിക്കും. വൈദ്യ ഉണ്ടാതിരിക്ക, വേണി ചായ പലവരും എടുത്തും പോയി നോക്ക. എന്താ എവിടെ പറയേണ്ടത് നിശ്ചയില്ലേ? തിരുമേനിയുടെ പേര് പറഞ്ഞില്ല. സുരരാജശേഖരൻ നമ്പൂതിരി. അടുപ്പുള്ളവര് സുരാന്ന വിളിക്ക അല്ലേ? ഇപ്പൊ നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ? ഇപ്പൊ സുരൻ നമ്പൂതിരി വിളിച്ചോ, അല്ലേ നല്ലത് അല്ലേ? എല്ലാം വിളിച്ചിട്ട് സൂഹിക്കുമല്ലേ? എനിക്ക് ആ ചെറുക്കനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ആയിട്ട് ഒരു മാച്ചും ഇല്ല. ആ സാറില്ല, എനിക്കിഷ്ടം. വേണി നിനക്ക് എനിക്ക് 18 വയസ്സാൻ വേണ്ടി കുറെ കാത്തിരുന്ന ഞാൻ. ചൈൽഡ് മാരേജ് ഇല്ലീഗലില്ലേ? ഇപ്പൊ കാത്തിരുന്ന് 25 റണ്ണിങ് ആയി. ഒന്ന് പോവൈത്തി. വേണി ഒന്നോടെ നീ ഒന്ന് ആലോചിക്കുക. ചായയൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം, നീ തല പൊഞ്ഞൊന്ന് ആലോചിച്ച് പറയാ. പൈ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ? നമ്മുടെ പയ്യന് ഇഷ്ടായോ? അല്ല ഇതല്ലേ പയ്യൻ? കല്യാണ പയ്യന് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന് ഇഷ്ടായോ, അപ്പൊ ഈ പയ്യന് ഇഷ്ടാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പയ്യനും നല്ല പൊളിയാ. അല്ലടാ മോനെ. ബാപ്പ നമ്പോട്ടിട്ട് അച്ഛൻ വീട്ടിൽ ഇങ്ങനെയാണ്, ഭയങ്കര തമാശയാ. അതെ അതെ, എനിക്കും അങ്ങനെ തോന്നി. അല്ല അച്ഛനെ പോലെ അല്ലല്ലോ ഈ രണ്ട് മക്കളും. അച്ഛൻ തിരുമേനിയുടെ ഹ്യൂമർ സെൻസും ആ സൗന്ദര്യം ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ പോകുന്നത്? എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുറുക്കുന്ന ശീലുണ്ടോ? ഇല്ല. അല്ല എനിക്കുണ്ടേ, അതാ ചോദിച്ചത്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറൊരു സൂത്രപ്പണി അറിയാം. ഈ ഇല എടുത്തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റയടി. തമാശ, ഭയങ്കര തമാശ. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അതെ, പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെവിടെ? മോളെ വിളിക്കാം. മോളെ എങ്ങ പോരാ. രസികൻ ആണോ? എന്നാ കുഴപ്പമില്ല. മോളെ ആലോചിച്ചോ? ആലോചിച്ചു. എനിക്ക് ഹരിമതി. ആ പാവയ്ക്ക കൊണ്ടാട്ടത്തിനെ കെട്ടാൻ വേണ്ടിയാണോ ഈ ചില്ലി ഗോപിയ വേണ്ടാതെ വെക്കണേ? മോളെ എന്നാ കൊണ്ട ഈ സ്വരത്തിൽ കൂട്. നിന്റെ ഞാൻ തന്നെ കിട്ടൂടി. മോളിങ്ങോട്ട് വന്നേ, അച്ഛൻ ചോദിക്കട്ടെ. ഒറ്റ നോട്ടത്തിൽ തന്നെ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. നല്ല പോലത്തെ കൈ. ഇപ്പൊ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നില്ലേ. പക്ഷെ വേണ്ട, എന്തിനാ ഇത്ര ധൃതി? നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോ എന്തൊക്കെ മതി അല്ലേ? അതെ, അതാണല്ലോ അതിന്റെ മര്യാദ. അച്ഛൻ തിരുമേനി നോക്കിയിരിക്കാണ്ട് മിക്സറൊക്കെ എടുത്ത് അങ്ങോട്ട് പൊത്തുക. ഓ ചായ കുടിക്കാം. പോയി ലാട്ടി പൊളി ചായ. എന്റെ മകളായോണ്ട് പറയല്ല, പാചകത്തിൽ മിടുക്കിയാണേ. ഓ, അല്ല മീൻകറി വെക്കാൻ നിശ്ചയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാടില്ല. ചില ഇല്ലങ്ങളിലെ ഇങ്ങനൊരു പതിവുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇല്ലത്തിൽ ആ ശീലമേ ഇല്ല അല്ലേ? അതെ, മത്സ്യം കൂർമ്മം വരാല് നിഷിദ്ധം എന്നാണല്ലോ. ഇല്ലല്ല, നമ്മുടെ ഇല്ലത്തിലും അങ്ങനെ ഒരു ശീലമില്ല. ദോഷം. അമ്മാമേ, സംതിങ് ഫിഷി. ഇല്ല കുട്ടിയെ, അവരുടെ ഇല്ലത്തിലും ഫിഷ് കയറ്റാറില്ല എന്നാ പറഞ്ഞത്. അച്ഛൻ തിരുമേനി പറഞ്ഞതിൽ കാര്യമുണ്ട്. ചില ആൾക്കാരുണ്ട് ഈ മീനും ഇറച്ചിയൊക്കെ കഴിക്കണവരെ. മനസ്സിലാവില്ല. മലയാളി ക്യാടാ? ഫോൺ एक मिनट. हेलो छोटू. ഇത് നല്ല ഭക്ഷണം, അത് കഴിച്ചോളൂ, നല്ലതാ. आज मुझको काम नहीं यार, मैं दूसरा साइड में. मैं दूसरा साइड कितने बार बोला? अरे फोन रखो साला. ബാബു നമ്പൂതിരി. छोटू नंबूडी टंबूडी. അതെ, ചോട്ടു നമ്പൂതിരി, നോർത്ത് ഇന്ത്യന്നാണേ. പുള്ളിക്ക് വേറൊരു സൈറ്റിൽ ഹോം ഉണ്ട്, അതിനെപ്പറ്റി പറയാനായിരിക്കും. സൈറ്റിൽ ഹോമോ? സംതിങ്. ഫോട്ടോനോട് ഞാൻ പറഞ്ഞു. സോറി മോലാലി, കാശ് കുറക്കല്ല. സോറി. ഇന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം.
ആയിക്കോട്ടെ. വേണി മോളെ നീ അകത്തേക്ക് പൊക്കോളാ. വേണി എന്നോട് പറഞ്ഞു തിരുമേനിയുടെ ഇല്ലം കീഴാറ്റൂരാണെന്ന്. ആണോ? അതെ. അപ്പോ കുട്ടികളുടെ അമ്മാത്ത എവിടെയാണ്? തമ്പാക്ക് മേരെ പാശേ. അമ്മാത്തെടുക്കാൻ മറന്നിരിക്കണു. ഞാൻ പറഞ്ഞത് ഇറങ്ങുമ്പോ കൂടെ എടുക്കണം. അതേ മറന്നിരിക്കണു. തമാശ ഇട്ടായിരിക്കണം. നീ പറഞ്ഞോളൂ അമ്മ വീട് എവിടെയാണ്? അമ്മ വീട് ഇതിപ്പോ ഏതാ ഇല്ലം? ഇത് വടക്കെടുത്ത്. എന്നാ ഞങ്ങളുടെ അമ്മത്തെ തെക്കേടത്തില്ല. അത് തന്നെ പിടിച്ചോ. തെക്കേടത്ത് ഇല്ലത്തെ ആരാ? തെക്കേടത്തില്ലത്തെ മൂത്ത നമ്പൂതിരിയുടെ മകൾ ഞങ്ങളുടെ അമ്മ. അതായത് തെക്കേടത്തെ ഇല്ലത്തെ വാസുദേവ നമ്പൂതിരിയുടെ മകള് വീണ. അതെ അത് തന്നെ അത് തന്നെ. നല്ല പേര് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അത് തന്നെ വീണ. വീണ വീണ അന്തർജനം തന്നെയാണെന്ന് ഉറപ്പാണോ? ഒരു തരം രണ്ടുതരം മൂന്നരം ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാര്യ വീണ അന്തർവാഗം അന്തർജനം. അതായത് എന്റെ ഭാര്യ ഇവരുടെ തള്ള അമ്മ അല്ല മക്കളെ. അതെ അന്തർജനം ഞങ്ങളുടെ അമ്മ. എന്നാ കേട്ടോളൂ, എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം. പൊക്കോളുക. ഈ വിവാഹത്തിന് എനിക്ക് തീരെ താല്പര്യമില്ലാന്നേ. തിരുമേനി ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? അമ്മാമ ഒരു തവണ സൊന്നാ 100 തവണ സൊന്നാ മതി. അങ്ങനെ ഇളക്കി പൊക്കോളാം. നീ പോടെ അങ്ങോട്ട് വെച്ചാ തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് ഓർത്താനും പറഞ്ഞു. അച്ഛാ നീ മിണ്ടാരിടാ. ഇത്ര നേരം ഒന്നുമല്ലല്ലോ പറഞ്ഞേ. ഇപ്പൊ എന്തോ പറ്റി? ഇപ്പൊ ഒന്നും പറ്റാനില്ല. എനിക്ക് ആദ്യം വേണം തോന്നി, ഇപ്പൊ വേണ്ടാന്ന് തോന്നി. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വ്യക്തമായ കാരണം പറയാ. ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കേ. വ്യക്തമായ ഒരു കാരണം പറഞ്ഞാലേ പോകുള്ളൂ എന്നുണ്ടോ? ഉണ്ട്. എന്നാ കേട്ടോളൂ, നിങ്ങൾ വേലി കഴിക്കുന്നതിന് മുന്നേ വീണയ്ക്ക് മറ്റൊരു കുട്ടിയില്ലേ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ പറയൂ. തിരുമേനിക്ക് അത്ര ഉറപ്പാണോ ഉണ്ടെന്ന്? എനിക്ക് ഉറപ്പാണോ ഉണ്ടെന്ന്? എനിക്ക് കാണും. ഉണ്ട് ഉണ്ട്. ആ കുട്ടിയല്ലേ ഈ ഹരി? അതെ. അതിനിപ്പോ എന്താ? അങ്ങനെ മറ്റൊരു സംബന്ധത്തിലുണ്ടായ കുട്ടിയെ എന്റെ മകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് ഏതോ ഒരുത്തൻ ഡിസ്ക്വാളിഫിക്കേഷൻ കാണിച്ചു പോയത് പാവ എന്റെ വീണ എന്തോ ഇത് അവളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നും മോനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നത്. ഇല്ലടാ മോനെ, അതിന് എനിക്കില്ലാത്ത കുഴപ്പം തനിക്ക് എന്താടോ? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ വന്ന് ചായ കുടിച്ച് അച്ചപ്പോ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൊച്ചിനെ എന്റെ ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിച്ചിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ. അല്ല പിന്നെ ഇതൊന്നും നടക്കാൻ പോണില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കരുത്. അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. തിരുമേനി ഞങ്ങളെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഉടൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറഞ്ഞേ പറ്റൂ. പറയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പറയടോ പുളുന്താനെ. എന്നാ കേട്ടോ, ഈ നിൽക്കുന്ന ഹരി എനിക്ക് വീണയിലുണ്ടായ മകനാണ്. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി. എങ്ങനെ നാട് നീള സംബന്ധം. എന്നാലും ഞാനും എന്റെ അച്ഛനും അഴുക്കല്ലടോ. എന്റെ സമനില തെറ്റിക്കരുത് വൈദി. ഇവരോട് ഇറങ്ങാൻ പറയാ. തന്നെ പിന്നെ എടുത്തോളൂ. എല്ലാരും പറയുമ്പോഴേ ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. അളിയമ്മ ഇവിടെ വന്നു. ചേട്ടാ നല്ല പയ്യൻ ചേട്ടാ, പാവ ചേട്ടാ, എനിക്ക് ദോഹ ചാക്കിട്ട് ചേട്ടാ, കെട്ടിച്ചു കൊടുക്ക ചേട്ടാ, പാവം. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. തിരുമേനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും കേൾക്കണ്ട. കേൾക്കണം. എനിക്ക് കേൾക്കണം. കേട്ടേ പറ്റൂ. ഞങ്ങളുടെ ഇല്ലത്ത് ആങ്ങളമാര് പെങ്ങളെ കല്യാണം കഴിക്കുന്ന ഇടപാടുണ്ടേ. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചൂടെ? അതെ, ഞാൻ ഒരു സത്യം പറയരുത്. പറയൂ. പറയോ? പറയൂ. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇവരോട് പോകുന്ന തെളിയുമ്പോ കാശ് വീട്ടിൽ കൊണ്ട് തരാൻ പറ്റും. മനസ്സിലായല്ലോ തിരുമേനി? സോറി, ഉമ്മാരെല്ലാം കള്ളന്മാരാ. സത്യം പറയാം, എന്റെ പേര് ജസ്റ്റ് എന്നാണ്. ഉമ്മാരും എന്റെ ബന്ധുക്കളൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ ആരുമില്ല. ഇവിടുത്തെ വേടിനെ കെട്ടാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞതാ. സത്യക്കവനാ എന്തായിരുന്നു പറയണ? പോടാ. എന്നോട് അപ്പച്ച ക്ഷമിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ ഇത് ആദ്യം പറഞ്ഞില്ല? ആരും പറഞ്ഞ കല്യാണം മുടങ്ങൂന്ന് തോന്നി, അതുകൊണ്ട്. ഓ, തല്ലി കൊല്ലടവനെ. എന്റെ അമ്മ മലലേ